അവരെ കുറിച്ചൊരു പാട്ട് പാടിയാൽ എന്താ വിഷയം? ഓ അർശിന്റെ അധിപൻ. ഇന്നലെ മർക്കസിലെ പാട്ട് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കി. മൂപ്പര് വരാൻ നേരത്തുള്ളൊക്കെ പടിയാമൻ ഖാദബിന. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ പുതിയ വിശേഷണം അതിലുണ്ട്. യാ ഉസ്താദന അബൽ അനാം. മറ്റേ ആൾ പറഞ്ഞു കൊടുത്താണല്ലോ അബുൽ അനാം. ഇതൊരു വലിയനെ കുറിച്ചാണെങ്കിൽ എന്താവും ഇവിടുത്തെ അവസ്ഥ? പാട്ടൊന്ന് കേൾക്കാം നമുക്ക് ആദ്യം. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. യാ അബൽ അനാം യാ സയ്യിദൽ അനാം. ആട് പറഞ്ഞൂടി സലാം. സലാം പറഞ്ഞ് പിരിയാനായിന്നേതാലും നിങ്ങൾ ശരിക്കും ചിന്തിക്കണം. നമ്മളെ വിഷയുടെ എന്നറിയോ? നിങ്ങൾ അബൽ അനാമെന്നോ എന്ത് പറഞ്ഞാലും ഞങ്ങളതിൽ ഇടപെടൂല. പക്ഷേ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ മഹാനരായ ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ശൈഖുനെ പോലെയുള്ള മഹാമനീഷികൾ, യുഗപുരുഷന്മാർ, മുജദ്ദിദുകൾ, അവരെ കുറിച്ചു പറഞ്ഞ ഉന്നത നാമങ്ങൾ അത് പേരിട്ട് അങ്ങ് കൺഫ്യൂഷനാണ്. അബുൽ അനാം പറഞ്ഞ എന്താ മായന പേരോടൊന്ന് പറയട്ടെ. അനാം ബഷർ. ബഷർ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം മുതൽ എല്ലാവർക്കും പറയുന്ന പേരാ അനാം. അപ്പൊ അബുൽ അനാം എന്ന് പറഞ്ഞാൽ ആദം അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പിതാവ്. അപ്പൊ ആ പിതാവ് ആരായിരിക്കും? ഉപര് എന്ന് ജനിക്കേണ്ടി വരും, ഉപര് എന്ന് മരിക്കേണ്ടി വരും. എന്തും പേരിടാന്ന അപ്പൊ നിങ്ങളെ വിചാരം? അബുൽ അനാം എന്ന് പേരുള്ള ആളാരാ? അത് ആദം നബിയാണോ? അത് നിങ്ങൾക്ക് പ്രശ്നമായില്ല. അതേ സമയത്ത് കുതുബുല്ലാലം കൺഫ്യൂഷൻ ഉണ്ടാക്കി. പേര് മാറ്റണം എന്ന് ഒരാൾ പറഞ്ഞത്. എന്ത് പേര്? എന്താ കുത്തുബുല്ലാലമിനൊരു അർത്ഥം കൊടുത്തില്ല മുമ്പ്. കുത്തുബുൽ ആലം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഒരു നേതാവ്. ലോകത്തിലെ ഒരു നേതാവ് അങ്ങനെ അർത്ഥം വെക്കുകയാണെങ്കിൽ ഇവിടെ പ്രശ്നമില്ല കേട്ടോ. അബുൽ അനാം ജനങ്ങളിലെ ഒരു പിതാവ്. അത് ഹക്കീമുണ്ടല്ലോ, അപ്പോൾ പിതാവാണ്. നല്ലൊരു മോനെയും കിട്ടീനല്ലോ, മുഴുവൻ നാസാക്കണ. അപ്പൊ ജനങ്ങൾക്കിടയിലെ ഒരു പിതാവ് അബുൽ അനാം. ആ അർത്ഥാണെങ്കിൽ ഉടനെ പറഞ്ഞോളണം കേട്ടോ, അർത്ഥം അതാണ് എന്നുള്ളത്. നിങ്ങളെ ഇതൊക്കെ തിരിച്ചു കുത്താനുള്ള കാരണം, തിരിഞ്ഞു കുത്തുന്നത് നിങ്ങൾ മശായിഖിന്റെ കാര്യത്തിൽ ഇടപെട്ടത് കൊണ്ടാണ്.